ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആധാരമായി അമ്മ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഒരു വാക്യം വായിച്ച് ദൈവദിന ശുശ്രൂഷയെ പ്രവേശിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. അതിന് ആധാരമായി ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വേദഭാഗം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. മതി. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നവരായി തീരാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പരമപിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിനത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം മുൻപാകെ തലകളെ വണക്കുവാനും അവിടെ ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, തുടർന്നുള്ള സമയം തിരുവചനം ഞങ്ങൾ ചിന്തിക്കുമ്പോൾ വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്ക് മുഖാന്തരമാക്കി തീർക്കണം. ഞങ്ങളുടെ ആത്മീയ ഗ്രഹം പണിയപ്പെടുവാനും ഞങ്ങളുടെ അകത്തെ മനുഷ്യന് ആത്മാവിൽ ബലം പ്രാപിക്കുവാനും ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ ഞങ്ങളെ ശക്തീകരിക്കണം, സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ ധ്യാനം, അടിയൻ്റെ വായിലെ വാക്കുകൾ ഒരുപോലെ യഹോവയ്ക്ക് പ്രസാദമുള്ളതായി തീരുവാനും ദൈവം ഇടയാക്കുമാറാകണം. വചനത്തിൻ്റെ വെളിപ്പാടുകളും വചനത്തിൻ്റെ വാതിലുകളും ദൈവം തുറന്ന് അനുഗ്രഹിക്കുമാറാകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവാം ദൈവമേ, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. അത് വീണ്ടും നമ്മൾ ഒന്നുകൂടെ വായിക്കുകയാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പ്രശംസിക്കുവാൻ ഇടവരരുത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ അല്ലാതെ ദൈവജനത്തിന് പ്രശംസിക്കുവാൻ മറ്റ് യാതൊന്നും ഇല്ല എന്നാണ് ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവമക്കളെ, വളരെ ശ്രദ്ധയോടിരിക്കണം. പരിശുദ്ധ ആത്മാവ് കഴിഞ്ഞ ദിനങ്ങളിൽ ഹൃദയത്തിനകത്ത് പ്രേരിപ്പിച്ച അമസ്തോത്തെ ചിന്തിപ്പിച്ച ദൈവജനത്തിന്റെ ചിന്തകൾ ഒരുമിച്ച് പങ്കുവെക്കുമ്പോൾ ആ വചന കേൾവി ജനത്തിന് ഒരുപോലെ വിടുതലും നന്മയുമായി തീരണം. നമ്മുടെ വിശ്വാസം ഉറയ്ക്കുവാൻ ആഴത്തിൽ തിരുവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആത്മീയമായി ഉറപ്പ് പ്രാപിച്ചവരെ തീരുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകണം. പുറമോടിയായ ഏതെങ്കിലും ഒരു അനുഭവമല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ശബ്ദ കോലാഹലങ്ങളിൽ നമുക്ക് ഒത്തിരി നാൾ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആരാധനയുടെയോ കീബോർഡിന്റെയോ ഡ്രം സെറ്റിന്റെയോ ശബ്ദങ്ങളിൽ നമുക്ക് ഒത്തിരി നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. ദൈവവചനത്തിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം, ദൈവവചനത്തിൽ ബലം പ്രാപിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയായിട്ടെങ്കിൽ മാത്രമേ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവവചനത്തിന്റെ ഉറപ്പ് പ്രാപിച്ചവരായി തീരുവാൻ സാധ്യമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ ക്രൂശിന്റെ അനുഭവം അതത്ര സന്തോഷകരമായ അനുഭവമല്ല. അത് വേദനയുടെയും ദുഃഖത്തിന്റെയും നിരാശയുടെയും അനുഭവങ്ങൾ, പലപ്പോഴും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, കഷ്ടതയുടെയും ഇല്ലായ്മയുടെ അനുഭവങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഹല്ലേലൂയ. ഈ അനുഭവത്തിന്റെ തലങ്ങളിലേക്ക് നമുക്ക് എത്തപ്പെടുവാൻ ഇടയായി തീരട്ടെ. ദൈവം നമ്മളെയും അനുഗ്രഹിക്കട്ടെ. തിരുവചനം ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, എന്നെ അനുഗമിക്കുവാൻ ഒരുവൻ ഇച്ഛിച്ചാൽ അവൻ നാൾതോറും തന്നെത്താൻ ധരിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. ഈ ക്രൂശ് എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിൽ, റോമൻ കാലഘട്ടത്തിൽ അന്ന് കുറ്റവാളികൾക്ക് കൊടുത്തിരിക്കുന്ന മാക്സിമം പണിഷ്മെന്റ്, അതിന്റെ തൂക്കി സ്തോത്രം. ഇന്ന് നമ്മുടെ രാജ്യങ്ങളിൽ, വ്യത്യസ്തമായ രാജ്യങ്ങളിൽ പലതരത്തിലാണ് സ്തോത്രം മാക്സിമം പണിഷ്മെന്റ് കൊടുക്കുന്നത്. അതുപോലെ കൊടുത്തിരിക്കുന്ന ഒരു പണിഷ്മെന്റ് ആയിരുന്നു അന്ന് ക്രൂശ് മരണം. പ്രിയപ്പെട്ടവരെ, കുരിശിൽ ഒരുവനെ തറച്ച് ലംബമായും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ക്രോസായും വെച്ചിരിക്കുന്ന ഒരു തടിയിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരുവനെ കിടത്തി ആ കൈകാലുകളിൽ ആണിയടിച്ച് തറയ്ക്കപ്പെടുന്നത് ഏറ്റവും നീചവും ഏറ്റവും സ്തോത്രം പ്രിയപ്പെട്ടവരെ ഏറ്റവും മോശകരമായ ഒരു അനുഭവമായിരുന്നു ആ കാലഘട്ടത്തിൽ. എന്നാൽ അങ്ങനെയുള്ള അനുഭവം ജനപുസ്തകം പറയും, അധർമ്മികളുടെ കൂട്ടത്തിൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു എന്ന് തിരുവചനം വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ ആ അനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് നൽകിയ ചിന്തകളാണ് ഇന്ന് പകൽക്കാലം ഒരുമിച്ച് പങ്കുവെക്കുവാൻ കർത്താവ് ശരണം പ്രാപിക്കുന്നത്. തിരുവചനത്തിലേക്ക് വരുമ്പോൾ ദൈവവചനത്തിന്റെ കേൾവി നമ്മളെ അതിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാനിടയായി തീരണം. സ്തോത്രം. നമ്മൾ ലഭിച്ച് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ക്രിസ്തീയ ജീവിതം ആഴത്തിൽ സ്തോത്രം കർത്താവിനോട് ചേർന്ന് പോകണമെങ്കിൽ അതിന്റെ ആഴം അറിഞ്ഞെങ്കിൽ മാത്രമേ മതിയാകത്തുള്ളൂ. അതിന്റെ ആഴമൊന്നറിയുവാനും അതിന്റെ വ്യാപ്തി ഒന്നറിയുവാനും അതിന്റെ ഡെപ്ത് ഒന്നറിയുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീർന്നാൽ നാം തികച്ചും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം
എൻ്റെ മുമ്പിൽ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ക്രൂശിന്റെ അനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഹൃദയത്തിനകത്ത് ആത്മപ്രേരണ നൽകിയതുകൊണ്ട് ആമേൻ സ്തോത്ര വിഷയത്തിലേക്ക് കടന്നു പോകാൻ ഞാൻ കർത്താവിൽ ശരണം പ്രാപിക്കുകയാണ്. വിശുദ്ധ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് കാണുന്നത്. പെസഹ ആചരിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാനത്തെ കാലത്തിൽ താൻ ആചരിച്ച പെസഹ ശുശ്രൂഷ, ആ പെസഹയിൽ വെച്ചാണ് മത്തായിയുടെ സുവിശേഷം 26 ലൂക്കോസിന്റെ സുവിശേഷം ആമേൻ സ്തോത്രം ഇവിടെ എല്ലാം വ്യക്തമായി വിളിച്ചു പറയുന്നു. ആമേൻ സ്തോത്രം ആ പെസഹയുടെ ശുശ്രൂഷയിൽ വെച്ചാണ് കർത്താവായ യേശു ക്രിസ്തു നാം ഇന്ന് ആചരിക്കുന്ന കർത്താവിന്റെ മേശ സ്ഥാപിക്കുവാനിടയായി തീർന്നത്. അറിയാൻ വയ്യാത്തവർ ദയവായി ശ്രദ്ധയോട് കേട്ടിരിക്കണം. കഥ പറയുകയാണ്, ഹല്ലേലൂയ, പെസഹ തിരുനാളിൽ അവനപ്പം കരങ്ങളിലെടുത്ത് വാഴ്ത്തി നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിപ്പിനും, ഇത് അനേകർക്ക് വേണ്ടി നൽകപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞു, അല്ലേ? അടുത്ത വാക്ക് പറയുകയാണ്, അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്ത്, ഞാനിപ്പോൾ പറഞ്ഞ മത്തായിയുടെ സുവിശേഷം 26 അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവൻ അത് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുകയും, ഇത് അനേകർക്ക് വേണ്ടി നൽകപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. കർത്താവിന്റെ ക്രൂശ് മരണത്തെയാണ് കർത്താവിന്റെ സ്തോത്രം കർത്താവ് സ്ഥാപിച്ച മേശ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പെസഹ തിരുനാള്, പ്രിയപ്പെട്ടവരെ, പെസഹയെ കുറിച്ച് പറഞ്ഞു പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ സമയം എത്രത്തോളം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, അബ്രഹാം പിതാവിനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം, നിന്റെ സന്തതി നിന്റെ സന്തതി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ ദൈവം തുടർന്ന് അബ്രഹാമിനോട് പറഞ്ഞൊരു പ്രവചന ദൂതുണ്ട്. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമകളായി പാർക്കും, അതിനുശേഷം അവരെ ഞാൻ അവിടുന്ന് പുറപ്പെടുവിക്കും. ആ പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണം സ്തോത്രം മാസങ്ങളുടെ ആരംഭം എബ്രായ കലണ്ടറിൽ സ്തോത്രം യഹൂദന്മാരുടെ കലണ്ടറിൽ അതിന്റെ ആദ്യ മാസമായി ആബീബ് മാസം വരുമ്പോൾ വേദപുസ്തകം പറയുകയാണ്, നമ്മൾ ആദ്യമായി പെസഹ കാണുന്നത് തിരുവചനത്തിൽ ഇങ്ങനെയാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം, 3-ാം വാക്യം, 6-ാം വാക്യം, 7-ാം വാക്യം ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. അവിടെയാണ് നമ്മൾ കാണുന്നത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പെസഹയെ കുറിച്ച് കാണുന്നത്. പെസഹയെ കുറിച്ച് കാണുമ്പോൾ അവിടെയാണ് നമ്മൾ കാണുന്നത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി. പദം ഒന്ന് വായിച്ചു നോക്കി, പെട്ടെന്ന് വായിക്കണേ. ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. ആമേൻ. ആബീബ് മാസം ആണ്ടുകളുടെ 1-ാം മാസമായി വേണം. അടുത്ത പറയുമ്പോൾ നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടതെന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. നോക്കണം, ഞാൻ വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോകുക, ദയവായി നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കണം. പെസഹ അവിടെ പറയുന്നത്, പെസഹ ആചരിക്കുന്നത് കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പെസഹ ആചരിക്കും. ഈ പെസഹ ആചരിക്കാൻ 12-ാമത്തെ വേഗത്തിന്റെ 6-7 വാക്യം ഒന്ന് വായിച്ചേ. 6-7 വാക്യം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. 10-ാം തീയതി പിടിച്ചിരിക്കുന്ന ഈ പെസഹ കുഞ്ഞാടിനെ 14-ാം തീയതി വരെ സൂക്ഷിക്കണം. എന്തിനാ? ഇത് ഊനമില്ലാത്തതാണോ എന്ന് സ്തോത്രം ശ്രദ്ധിക്കേണ്ടതിന്. പ്രിയപ്പെട്ട അടുത്ത ഭാഗം വേഗത്തിൽ 11-ാം വാക്യം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം, അത് യഹോവയുടെ പെസഹയാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇനി നമ്മൾ ഇതോടെ വായിക്കുവാണ്, ശ്രദ്ധയോടെ വായിച്ചാട്ട്. അവൻ 12-13. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തു കൂടി കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയും ഒക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. സ്തോത്രം. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്ന ഇനിയും വേഗത്തിൽ 21-ാം വാക്യം കൂടെ വായിച്ചു കേൾപ്പിക്കുകയാണ്. അനന്തരം മോശ ഇസ്രായേൽ മൂപ്പന്മാരെ ഒക്കെയും വിളിച്ച് അവരോട് പറഞ്ഞത്,
നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഒത്തവണ്ണം നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഒത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് പെസഹായെ അറുപ്പീൻ. ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് പെസഹ ആചരിക്കണം. എന്തിനാ ആചരിക്കുന്നത്? അങ്ങനെ ആചരിക്കണം. അത് പെസഹ അതിനെ അറുക്കണം, ആട്ടിൻകുട്ടിയെ അറുക്കണം. ആട്ടിൻകുട്ടിയെ അറുക്കുമ്പോൾ അതിന്റെ രക്തം ഒരു കിണ്ണത്തിന്മേൽ ശേഖരിച്ച് ഈസോപ്പ് തണ്ടിന്മേൽ ഈസോപ്പ് ചെടിയുടെ തണ്ടിൻ അതിൽ മുക്കി, ആ തണ്ടിന്മേൽ മുക്കിയതായ ആ രക്തം വീടിന്റെ കട്ടളക്കാലിന്മേലും സ്തോത്രം ഉമ്മരപ്പടിമേലും തളിച്ച് സ്തോത്രം ആ രക്തത്താൽ മുദ്ര വെച്ചാൽ കുടുംബങ്ങൾക്ക് രക്ഷയെന്നാണ് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നത്. 27-ാമത്തെ വാക്യം. മിസ്രൈമിലെ ദണ്ഡിപ്പിക്കയിൽ മിസ്രൈമിൽ ഇരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞ് കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹായാഗമാകുന്നു. വീടുകളെ രക്ഷിച്ച യഹോവയുടെ. നോക്കണം, പെസഹ എന്താണ്? ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട കുഞ്ഞാട് നമ്മുടെ വീടുകളെ രക്ഷിച്ചു എന്ന സന്ദേശമാണ് പെസഹായിലൂടെ നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തിലേക്ക് വിളിച്ചു പറയുമ്പോൾ ആ ഊനമില്ലാത്ത കുഞ്ഞാട് ഏതാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുക, 2 വട്ടം ആവർത്തിച്ച് യോഹന്നാൻ സ്നാപകനും കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിയിട്ട് പറയുക, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിയുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യേശുവിനെ കുറിച്ച് 2 വട്ടം ആവർത്തിച്ച് യോഹന്നാൻ പറയുക. ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അവൻ സ്തോത്രം ധന്യനായ പൗലോസ് ശ്ലീഹ ഹല്ലേലൂയ സ്തോത്രം കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ താൻ ഇപ്രകാരം വിളിച്ചു പറയുന്ന ഒരു പദമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിങ്ങനെയാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ എന്ന് വിളിച്ചു പറയുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് ക്രിസ്തുവാകുന്നു. ഈ പെസഹ ആചരിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു സ്തോത്രം ചെയ്ത് ഒലിവ് മലയിലേക്ക് പോയി എന്ന നാം മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുവാൻ ഇടയായിത്തീരുന്നത്. മത്തായിയുടെ സുവിശേഷം നമ്മൾ 26-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരിക. ചില വാക്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് നാം അത് വായിച്ച് മുൻപോട്ട് പോകും. 26-30. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി. അടുത്തത് യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കൽ ഇടറും. പെസഹ ആചരിച്ചവർ, ഇനി ഞാൻ വേറൊരു സന്ദർഭത്തിൽ അത് എടുക്കാം, അത് എന്നോട് വിവാദ വിഷയമല്ല. എങ്കിലും പറയാം, ആര് പെസഹ എടുക്കണമെന്ന് തിരുവചനം വ്യക്തമായി പറയാം. ആരെടുക്കല്ലെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് തിരിച്ചറിയാൻ ഇടയായി തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ വിഷയങ്ങൾക്ക് നമുക്ക് വേറൊരു സന്ദർഭത്തിൽ പറയാം. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ കുറിച്ച് നമ്മി പറയുവാനാണ് ഹൃദയത്തിനകത്ത് ആത്മപ്രേരണയുള്ളത്. ഇപ്പൊ വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കാം. യേശു അവരോട് ഈ രാത്രി നിങ്ങൾ എല്ലാവരും എങ്കൽ ഇടറും. ഞാൻ ഇടയനെ വെട്ടും. കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സെഖര്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലൂടെ സെഖര്യ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിന്റെ നിവൃത്തീകരണം ഇവിടെ സംഭവിക്കുമെന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെ തന്റെ തിരുവായി കൊണ്ട് അരുളി ചെയ്യുക. എനിക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, തിരുവചനം നമ്മൾ എടുക്കുമ്പോൾ വായിക്കുമ്പോൾ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്. യേശു ക്രിസ്തു വളരെ താൻ ഈ ക്രൂശുമരണം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ ക്രൂശീകരണത്തെ കുറിച്ച് വളരെ വ്യക്തമായി താൻ തന്നെ പ്രവചിച്ചു എന്ന് വിശുദ്ധ തിരുവചന ലിഖിതങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധ്യമാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം, മർക്കോസ് 9, മർക്കോസ് 10, ലൂക്കോസ് 18. ആമീൻ. ഹല്ലേലൂയ. ഈ വേദഭാഗങ്ങളൊക്കെയും നാം അതിങ്ങനെ കാണുന്നുണ്ട്. സമവീക്ഷണ സുവിശേഷം എന്ന് അറിയപ്പെടുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, ആദ്യത്തെ 3 സുവിശേഷങ്ങൾ സമവീക്ഷണ സുവിശേഷമാണ്. ഈ സമവീക്ഷണ സുവിശേഷത്തിൽ സുവിശേഷകന്മാർ വ്യത്യസ്തമായ അധ്യായങ്ങളിലൂടെ രചിക്കപ്പെട്ട ഒരു ഭാഗമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മരണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകും എന്ന ഒരു പദത്തിലൂടെ തനിക്ക് സംഭവിക്കുവാനുള്ള മരണത്തെക്കുറിച്ച് യോഹന്നാനിലൂടെയും അവിടെ പ്രവചിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാണ്. ഈ അരുളപ്പാടുകളുടെ നിവൃത്തീകരണമാണ് യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ കുരിശുമരണത്തിൽ സംഭവിക്കുവാൻ ഇടയായത്. കുഞ്ഞുങ്ങൾ ദയവായി ശ്രദ്ധയോടെ കേൾക്ക്. യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ കുരിശുമരണം യേശുക്രിസ്തുവിൽ പ്രവാചകന്മാരിലൂടെയും അരുളി ചെയ്ത വചനത്തിന്റെ നിവൃത്തീകരണമായിരുന്നു. സെഖര്യ 13:7 ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത്, അവൻ ഇടയനെ വെട്ടും.
ആടുകൾ ചിതറിപ്പോകും എന്ന പ്രവചനത്തിന്റെ നിവർത്തീകരണം ഈ പെസഹ കഴിഞ്ഞ് ആമേൻ സ്തോത്രം സംഭവിക്കേണ്ട വസ്തുതയാകുന്നു. ഇന്ന് ഈ നല്ല പകൽക്കാല സമയം ദൈവത്തിന്റെ ആലയത്തിൽ അവിടുത്തെ വചനമായി ആമേൻ ഇന്ന് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം വ്യക്തമായി യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് തിരിച്ചറിയുവാൻ ഇടയാകണം. ഹല്ലേലൂയ. പ്രവചന നിവർത്തീകരണം എന്ന വണ്ണമാണ് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണം സംഭവിക്കുവാൻ ഇടയായിത്തീരുന്നത്. വെറുതെ സംഭവിച്ചതല്ല. എബ്രായലേഖനം 2:9 ഇങ്ങനെ പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം. എന്തുകൊണ്ട് യേശു കർത്താവ് മരിക്കുവാൻ ഇടയായിത്തീർന്നു ഹല്ലേലൂയ എന്ന് എബ്രായലേഖനത്തിൽ വായിക്കുമ്പോൾ ഒരു ഭാഗം പറയുകയാണ്. എബ്രായലേഖനം 2:9 പറയുകയാണ്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്യം ഇനി അല്ലേ, അതിന്റെ 9ാമത്തെ വാക്യം, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ. നോക്കണം, ആ പദവും ശ്രദ്ധിച്ചേ. കർത്താവായ യേശു ക്രിസ്തു പ്രയാസപ്പെട്ട് കണ്ണുനീര് വാർത്ത് ഒരു രക്ഷയുമില്ലാത്തത് കൊണ്ടല്ല യേശു കർത്താവ് ക്രൂശുമരണം ഏറ്റെടുത്തത്. വേദപുസ്തകം വിളിച്ചു പറഞ്ഞവൻ അവൻ സന്തോഷത്തോട് അവൻ മരണം ആസ്വദിക്കുകയായിരുന്നു എന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. സന്തോഷത്തോട് മരണം ആസ്വദിക്കുകയായിരുന്നു. നമ്മുടെ കർത്താവ് സന്തോഷത്തോട് മരണം ആസ്വദിച്ച കർത്താവാ. എന്തിനാ സന്തോഷത്തോട് മരണം ആസ്വദിച്ചത്? വായിക്കാം. ഹല്ലേലൂയ സ്തോത്രം. എബ്രായലേഖനം 2-ാം അതിന്റെ 14 15 വാക്യങ്ങൾ ദയവായി വായിച്ചാട്ടെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകകൊണ്ട് അവനും ദൈവം അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്ന ഒക്കെയും വിടുവിച്ചു. അടിമകളായിരുന്ന സകല മനുഷ്യരെയും വിടുവിക്കുവാൻ വേണ്ടിയാ വാഴ്ത്തപ്പെട്ട കർത്താവ് അവൻ മരണം ആസ്വദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാല സമയം ഇതിനകത്ത് ഭാരത്തോടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം, മരണപരമായ അനുഭവങ്ങൾ, മരണഭയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ നീ സന്തോഷിച്ചാട്ട് അവൻ എന്നേക്കുമുള്ള വിടുതൽ നിനക്ക് നൽകുവാൻ വേണ്ടി വേദപുസ്തകം വിളിച്ചു പറയുക, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്ക് ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ഒരു മനുഷ്യർക്കും കഴിയാതിരിക്കെ അവൻ നിനക്ക് വേണ്ടി മരണം ആസ്വദിച്ചത്. അവൻ മരണഭീതിയിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ വേണ്ടിയാ. മരണത്തിന് നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ഇപ്പോൾ ക്രിസ്തുവേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവധിയില്ലെന്ന് പറഞ്ഞ അതേ കർത്താവ് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചോലും ജീവിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാല കുഞ്ഞ് അവൻ അമർത്യത മനുഷ്യനുണ്ടെങ്കിൽ അതല്ല യേശു വാഗ്ദത്തം ചെയ്തത്. മനുഷ്യൻ അമർത്യനാണെന്ന് പറഞ്ഞവൻ ഒരുവൻ മാത്രമോ, അവന്റെ പേര് ദൈവമെന്ന അവൻ അത്രേ കർത്താവ് യേശു ക്രിസ്തു അമർത്യത പ്രാപിച്ചവനായ ഈ കർത്താവ് പറയുക, കുഞ്ഞെ എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന്. ഉടവനവന വൈഡന ശംഭരാജകം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. തുടർന്ന് കർത്താവായ യേശു ക്രിസ്തു നാം ഇതിനെ ഹല്ലേലൂയ അടുത്ത ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ 36ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. മത്തായി സുവിശേഷം 26:36. അനന്തരം യേശു അവരുമായി ഗെത്സമന എന്ന തോട്ടത്തിൽ വന്ന് നമ്മൾ അവിടെ നിൽക്കുകയാ. ഗെത്സമന തോട്ടം യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ വളരെയധികം ഏതു വിശ്വാസിയെ ചിന്തിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഗെത്സമന തോട്ടം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലും വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ആ വിഷയത്തിലേക്ക് നമ്മൾ ഒന്ന് കടക്കാൻ പോകുക. കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം നാം പെട്ടെന്ന് യേശു കാൽവരിയിലെ കുരിശിൽ 2 കൈകളിലും ആണിയടിക്കപ്പെട്ട് കാലിൽ ആണിയടിക്കപ്പെട്ട് തറയ്ക്കപ്പെട്ടവനായി സ്വർഗത്തിനും ഭൂമിക്കും മധ്യ കിടക്കുന്ന കർത്താവിന്റെ ചിത്രമായിരിക്കാം നമുക്കുള്ളത്. എന്നാൽ ക്രൂശുമരണത്തിന് മുമ്പ് യേശു കടന്നുപോയ ചില മാനസികമായ ചില സംഘർഷങ്ങളുടെ അനുഭവങ്ങൾ അത് ഗെത്സമന തോട്ടത്തിൽ സംഭവിച്ചതാണ്. അത് മനസ്സിലാക്കാതെ ക്രൂശീകരണത്തിന്റെ ആഴം നമുക്കറിയാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നാം ആ വിഷയത്തിനകത്തേക്ക് ഒന്ന് വരണം. ആ വിഷയത്തെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ വിഷയത്തിൽ അതുകൊണ്ട് കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്.
എന്തിനാണെന്നറിയാമോ? ഇന്ന് പകൽക്കാലം ചില വിടുതലുകൾ സ്വർഗം ഇതിനകത്ത് ചെയ്യും. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ സംഭവിക്കുന്ന വസ്തുത, അവൻ ദൈവഹിതം നിറവേറ്റുവാൻ വേണ്ടി, ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ നമ്മൾ വായിച്ചു. എബ്രായലേഖനം 2:14 നമ്മൾ വായിച്ചു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തത്തോട് കൂടിയവനായി ഈ ഭൂമിയിലേക്ക് വരണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. എന്ന് വെച്ചാൽ എന്നെയും നിങ്ങളെയും പോലെ തന്നെ ഈ ദൈവം, സ്വർഗത്തിന്റെ ദൈവം സ്വർഗോന്നതി വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതുകൊണ്ട് അത്ര ദൈവത്തിന്റെ താഴ്ചയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, ആ താഴ്ചയെ കുറിച്ച് പറയുമ്പോൾ, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി. എന്താണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? അവൻ താഴ്ച വന്നവനായി ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിന്റെ പദ്ധതിയുടെ നിവൃത്തീകരണമായിരുന്നു. ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ ഗെത്സമനെ തോട്ടത്തിൽ അവൻ അനുഭവിച്ചത് എന്താണെന്നറിയാമോ? ആ പദ്ധതിയുടെ നിവൃത്തീകരണത്തിന് വേണ്ടി അവൻ ദൈവത്തിന്റെ മുമ്പിലേക്ക് മനുഷ്യ അവതാരമെടുത്ത കർത്താവ് യേശു ക്രിസ്തു, അവൻ ദൈവത്തിന്റെ മുൻപാകെ, കുഞ്ഞ് ഇവിടെ നോക്കിക്ക്, സ്തോത്രം, മനുഷ്യ അവതാരമെടുത്ത കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിന്റെ മുൻപാകെ ദൈവഹിതം നിറവേറ്റുവാൻ വേണ്ടി അവൻ അവിടേക്ക് ഗെത്സമനെ തോട്ടത്തിലേക്ക് കടന്നു പോവുക. ഗെത്സമനെ തോട്ടത്തിൽ അവൻ വെറുതെ കടന്നുപോയതല്ല, ഗെത്സമനെ തോട്ടത്തിൽ അവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നുപോയതാ. കുഞ്ഞെ, ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ വേണ്ടി, നിനക്ക് രക്ഷ നൽകുവാൻ വേണ്ടി അവസാനം വരെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുവരുണ്ടെങ്കിൽ അതെന്റെ കർത്താവ് യേശു ക്രിസ്തു മാത്രമാ. ഹല്ലേലൂയ. കഴിയുമെങ്കിൽ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറുമാറാകട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഒരു നല്ല അനുഭവം നമുക്ക് പറയാനുണ്ടെങ്കിൽ അതിന് യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാ. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് മുൻപാകെ ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ് നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരും, നമുക്ക് പലപ്പോഴും പലതും ആകണം ആഗ്രഹമുണ്ട്. അങ്ങനെ ആകുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്തോത്രം, നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, നാം നന്നായി പ്രാർത്ഥിക്കാനിടയാകണം. അവൻ സ്തോത്രം നിരന്തരം പ്രാർത്ഥിച്ച കർത്താവ്, ആമി പകൽ ശുശ്രൂഷിക്കുന്ന കർത്താവ്, രാത്രി ആമി സ്തോത്രം പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവൻ വ്യത്യസ്തമായ ഇടകൾ തിരഞ്ഞെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച കർത്താവ് ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് അവൻ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് വേദഭാഗം വായിക്കാം. മത്തായി സുവിശേഷം 26:38. എന്റെയുള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 14:34 ഇതേ വാക്യം തന്നെ രേഖപ്പെടുത്തിയിരിക്കുക. മരണവേദന പോലെ അതിദുഃഖിതമായി പ്രാർത്ഥിക്കുന്ന അനുഭവം നമുക്ക് എത്ര പേർക്ക് ഈ പ്രാർത്ഥനയുടെ ആഴം അറിയാൻ സാധിക്കും? കുഞ്ഞെ, എന്തിനാ എന്റെ കർത്താവ് മരണവേദന പോലെ അതിദുഃഖിതനായി തീർന്ന് മരണത്തിന്റെ അധിപതിയായി പിശാചിൽ നിന്ന് നിന്നെ എന്നേക്കുമായി വീണ്ടെടുക്കുവാൻ വേണ്ടി അവൻ മരണത്തിന്റെ അധിപതിയെ പിശാചിനെ ജയിക്കത്തക്കവണ്ണം അവൻ അതിദുഃഖത്തോട് അവൻ സ്തോത്രം പ്രാർത്ഥിക്കാൻ ഇടയായിത്തത് അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. ഹല്ലേലൂയ. ഈ ഒരു പ്രാർത്ഥന നമുക്ക് വന്നിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ഒരു പക്ഷെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ പലപ്പോഴും ഇത്തരത്തിലൊക്കെ പെരുമാറുവാൻ നമ്മൾ ഇടയായിട്ടുണ്ടായിരിക്കും, ഇത്തരത്തിലൊക്കെ കടന്നുപോയ ജീവിത സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഈ അനുഭവത്തിന്റെ ഒക്കെ മധ്യത്തിൽ വെച്ച് മരണവേദനയോട് പ്രാർത്ഥിക്കുന്ന ഒരു തലം, മരണവേദനയോട് ദുഃഖിതമായി പ്രാർത്ഥിക്കുന്ന തലം നമുക്ക് എത്ര പേർക്ക് അനുഭവിക്കാൻ സാധ്യമായി? കുഞ്ഞെ, നീ നിമിത്തം, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിമിത്തം യേശു അപ്പൻ, ഞാൻ നിമിത്തം യേശു അപ്പൻ മരണവേദനയോട് അതിദുഃഖമായി പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. ഞാൻ നിമിത്തമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 22:44 പറയുകയാണ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയ്ക്കകത്ത് എന്ത് സംഭവിച്ചെന്നറിയാമോ? പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് പ്രാണവേദനയായി അതിശ്രദ്ധയോടെ ദൈവഹിതം നിറവേറ്റപ്പെടുവാൻ വേണ്ടി അതിശ്രദ്ധയോട് പ്രാർത്ഥിച്ച കർത്താവിനെ നമ്മൾ കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, ദൈവഹിതം നിറവേറുവാൻ വേണ്ടി അത് വേദനയോ സന്തോഷമോ അത് കയ്പോ മധുരമോ എന്തുമായാലും അവൻ നമ്മൾ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? അതിവേദനയോട് ശ്രദ്ധയോട് പ്രാർത്ഥിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ശ്രദ്ധയില്ലാതെ പോകുന്ന തലമാണ്. എന്നാൽ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുന്ന ഒരു തലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകണം. കർത്താവ് നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഒരു മാതൃകയുള്ളത്. അവൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവ് ഇവിടെ എങ്ങനെ പ്രാർത്ഥിച്ചെന്നറിയാമോ?
അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത്. കുഞ്ഞെ, നീ പ്രാർത്ഥിക്കേണ്ടത് അതിശ്രദ്ധയോടായിരിക്കണം. നീ പ്രാർത്ഥിക്കേണ്ടത് അതിശ്രദ്ധയോടായിരിക്കണം. അതിശ്രദ്ധയോട് പ്രാർത്ഥിക്കാൻ ഇടയാകുന്നെങ്കിൽ അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഇടയായി തീരും. അതിശ്രദ്ധയോട് പ്രാർത്ഥിച്ചു. അടുത്തത് രക്തം, അവന്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി, വലിയ രക്തത്തുള്ളി പോലെയായി തീർന്നു. ഈ ഒരു തലം എത്ര പേർക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ശരീരത്തിൽ പുറത്തേക്ക് വരുന്ന വിയർപ്പ് നോക്കണം. ഇതെപ്പോഴാ? പകല്, ചൂടുകാലത്തൊന്നുമല്ല, പകലല്ല സംഭവിക്കുന്നത്. രാത്രിയുടെ യാമത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, സന്ധ്യയുടെ യാമത്തിൽ അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഗെത്സമന തോട്ടത്തിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് സംഭവിച്ചത്, അവൻ വിയർക്കാൻ തുടങ്ങി. കുഞ്ഞേ, സ്തോത്രം, ഹല്ലേലൂയ, AC ഹാളിനകത്തും AC മുറിക്കകത്തിരുന്നാലും ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് വരാൻ മടി കാണിക്കുന്ന കുഞ്ഞേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു AC ഹാളും ഇല്ലാതെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവം ഇതാ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവന്റെ ദേഹത്തുനിന്ന് വിയർപ്പിന്റെ കണം പുറത്തേക്ക് വന്നെങ്കിൽ അത് നിനക്ക് വേണ്ടിയ കുഞ്ഞേ. അവൻ വിയർത്തത് നിനക്ക് വേണ്ടിയാ. അവൻ വിയർത്ത് പ്രാർത്ഥിച്ച നിനക്ക് വേണ്ടിയാ. വേദപുസ്തകം വിളിച്ചു പറയുക, അവന്റെ വിയർപ്പ് രക്തത്തുള്ളി പോലെ നിലത്തു വീണെന്നാ പറഞ്ഞിരിക്കുന്നത്. അവന്റെ പ്രാർത്ഥന ഗെത്സമനയുടെ തോട്ടത്തിൽ അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കകത്ത് നീ ഉണ്ട്, ഞാനുണ്ട്, യുഗങ്ങൾക്കപ്പുറമുള്ള സകല മനുഷ്യരുമുണ്ട്. തിരുവചനം വ്യക്തമായി വിളിച്ചു പറയുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം നാം കാണുന്നുണ്ടല്ലോ. ക്രിസ്തു യേശുവിൽ യുഗങ്ങൾക്ക് മുമ്പേ നമ്മെ കണ്ട ദൈവത്തെ കുറിച്ചാണ് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ യുഗത്തിന്റെ രക്ഷാകരമായ പദ്ധതിക്കകത്ത് ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുണ്ട്, ഓരോ മുതിർന്നവരുണ്ട്, ഇവിടെ ഇരിക്കുന്ന ഹല്ലേലൂയ സകല ജനവുമുണ്ട്. നമുക്ക് മുൻപ് മണ്ണ് പറഞ്ഞു പറയുക വിശുദ്ധന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയാ യേശു വിയർത്തു പ്രാർത്ഥിച്ചത്. നമ്മൾ ആരെങ്കിലും വിയർത്തൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എത്ര പേര് വിയർത്തു പ്രാർത്ഥിക്കാറുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ സ്തോത്രം അകത്തുനിന്ന് ഉയരുന്ന പ്രാർത്ഥനയുടെ ശക്തി ഒന്ന് അറിയണമെങ്കിൽ ഇന്ന് പകൽക്കാല സമയം ഹല്ലേലൂയ കർത്താവ് തന്റെ വിയർപ്പ് രക്തത്തുള്ളിയായി വീഴത്തക്കവണ്ണം പ്രാർത്ഥനയിൽ ജാഗരിച്ച കർത്താവ് നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. ഗെത്സമന തോട്ടം അത് വെറുതെ തോട്ടമല്ല. ഗെത്സമന തോട്ടം അത് പ്രാർത്ഥനയുടെ തലമാ. ഗെത്സമന തോട്ടം പ്രിയപ്പെട്ട കുഞ്ഞേ, ദൈവഹിതം നിറവേറ്റുവാൻ വേണ്ടി രക്തത്തെ വിയർപ്പാക്കി മാറ്റിയവന്റെ പ്രാർത്ഥനയുടെ മണ്ഡലമാണ്. അതിന്റെ ആഴം നീ തിരിച്ചറിയണം. നീ ദൈവത്തിലായി തീരുവാൻ വേണ്ടി രക്തം വിയർപ്പ് തുള്ളിയായി മാറത്തക്കവണ്ണം, വിയർപ്പ് തുള്ളി രക്തമായി മാറത്തക്കവണ്ണം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ചങ്കിലെ ചോര എന്ന് പ്രാർത്ഥിച്ച ഒരുവൻ ഗെത്സമന തോട്ടത്തിലുണ്ട്. മനസ്സിലായോ? പിടികിട്ടിയോ? എങ്കിൽ ഇച്ചിരി സ്പീഡിൽ പോകുന്നതുകൊണ്ട് ക്ഷമിക്കണം, പക്ഷെ കൂടെ വരണം. അടുത്തതായി നമ്മൾ കാണുന്നത് പ്രാർത്ഥനയ്ക്കായി കൈത്താങ്ങലായി നിൽക്കേണ്ടിയ ജനം അവർ തളർന്നുപോയ രാത്രി, കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത രാത്രി. യേശു കർത്താവ് ഈ 11 ശിഷ്യന്മാരുമായി മുൻപോട്ട് കടന്നുപോയി. അവരിൽ നിന്ന് 3 പേരെ, പത്രോസ്, യാക്കോബ്, യോഹന്നാനെ യേശു കർത്താവ് വേർതിരിച്ച് അവരോട് പറഞ്ഞു, കൂടെ വരാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൂടെ വരാൻ പറഞ്ഞ ഒരു നിയോഗം ഏൽപ്പിക്കാനാ. സ്തോത്രം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്നൊരു നിയോഗമാ അവിടെ കൊടുക്കുന്നത്. സ്തോത്രം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം ഒരു നിയോഗം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ നിയോഗം ഏറ്റെടുക്കേണ്ട ഈ സഹോദരങ്ങൾ, ഇവിടെ നമ്മൾ കാണുന്ന വസ്തുത എന്താണെന്നറിയാമോ? ആ നിയോഗം ഏറ്റെടുക്കാൻ കഴിയാതെ, ആ നിയോഗത്തിന് മുമ്പിൽ സ്തോത്രം ചുമൽ കൊടുക്കാൻ കഴിയാതെ അവർ തളർന്നു പോയ രാത്രിയാ കുഞ്ഞേ. സ്തോത്രം, ഹല്ലേലൂയ. പലരും നിന്റെ കൂടെ പ്രാർത്ഥിക്കാമെന്ന് പലരും നിന്നോട് പറഞ്ഞേക്കാം. സഹോദരൻ ഞാൻ പ്രാർത്ഥിക്കാം, സഹോദരിയെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞേക്കാം. പ്രാർത്ഥിക്കുന്നവർ മടുത്തുപോയാലും പ്രിയപ്പെട്ടവരെ, നിന്റെ കർത്താവ് മടുത്തു പോകത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാമെന്ന് ഏറ്റുപറഞ്ഞവർ, ഏറ്റവരൊക്കെ മടുത്തുപോകുന്ന രാത്രിക്കാലം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇന്ന് കൂടെ നിൽക്കുന്നവർ, ഇന്ന് ചുമലോട് ചുമൽ കൊടുത്ത് നിൽക്കുന്നവർ പലരും ഹല്ലേലൂയ പ്രാർത്ഥിക്കാം സഹോദരി, പ്രാർത്ഥിക്കാം സഹോദര, ഉറപ്പായും ഞാൻ ഈ വിഷയത്തോടെ പ്രാർത്ഥിക്കുമെന്നൊക്കെ പറഞ്ഞാലും സ്തോത്രം പ്രാർത്ഥിക്കുവാൻ കഴിയാത്തവന് അവർ പോലും തളർന്നു പോകുന്ന ചില മണ്ഡലങ്ങൾ, അവർ പോലും ക്ഷീണിച്ചു പോകുന്ന ചില തലങ്ങൾ യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ, യേശുവിനെ സ്നേഹിക്കുന്നതിന് പ്രിയപ്പെട്ടവരെ, ഗെത്സമന തോട്ടം എന്ന് പറയുന്നത്
പ്രാർത്ഥനയുടെ കൈത്താങ്ങൾ ആമേൻ സ്തോത്രം അസ്തമിച്ച സന്ധ്യാസമയമാ. ഹല്ലേലൂയ. നമുക്ക് ആഗ്രഹം മോശയുടെ കൈയോട് ചേർന്ന് അഹരോനും ഹൂരും നിന്നതുപോലെ എപ്പോഴും നിൽക്കണമെന്ന്. ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇവിടെ സ്തോത്രം ചെയ്ത് ആത്മാവിലങ്ങ് ഇളകിച്ചാടും. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ ആരുമില്ലെങ്കിൽ, പ്രാർത്ഥിക്കാൻ നേറ്റവർ പോലും നിന്നെ മറന്നുപോയാലും, പ്രാർത്ഥിക്കാൻ നേറ്റവർ പോലും നിന്നെ മറന്നുപോയാലും നിന്നെ മറക്കാത്തൊരു ദൈവം അവൻ ജാഗരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവർ, അവർ കൂടെ ഇരുന്ന് സമ്മതിച്ചവർ, യേസ് കൈകുലുക്കി സമ്മതിച്ചവർ, അവർ 3 പേരും, അതിനപ്പുറത്ത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വേറെ കുറെ അമ്മ സഹോദരങ്ങൾ, ഇവരെല്ലാം ഒരുമിച്ച് ക്ഷീണിച്ചു പോയി. എന്നാൽ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് തിരിച്ചു വന്നു. ഹല്ലേലൂയ. കർത്താവ് തിരിച്ചു വന്നു. ഇവർ ഉറങ്ങുന്നത് കണ്ടു. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശിമോനേ, ശിമോനേ, നീ ഉറങ്ങുവാണോ? കർത്താവ് ഏറ്റവും സ്നേഹിച്ച, കർത്താവ് വില കൊടുത്ത, കഴിഞ്ഞ നാളുകളിൽ പടകിനെ കർത്താവ് നിറച്ച, കൂടെ കൊണ്ടു നടന്ന ശുശ്രൂഷയുടെ തലകളെ പഠിപ്പിച്ചു തന്ന, നിനക്ക് വേണ്ടി മത്സ്യത്തിന്റെ വായിൽ ചതുർദർഭ പണമൊരുക്കിയ, നിന്നെ സ്നേഹിച്ച കർത്താവ് നിന്നോടൊരു ദൗത്യം പറഞ്ഞിട്ട് ആ ദൗത്യത്തിന് മുമ്പിൽ ജാഗരിക്കാൻ കഴിയാതെ വണ്ണം രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന്റെ വചനം പറയുക, ശിമോനേ, നീ ഉറങ്ങുകയാണോ? ഈ ചോദ്യം നമ്മോടാ. പ്രാർത്ഥിക്കാമെന്ന് ആഹ്വാനം ചെയ്തിട്ട്, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടും പ്രാർത്ഥിക്കാതെ ഉറങ്ങിപ്പോകുന്ന എന്നോടും നിങ്ങളോട് ചോദ്യം, എത്ര പേർക്ക് സാധിക്കും അവൻ ഉറങ്ങാതെ? ദൈവം ചോദിക്കുന്ന ചോദ്യമാ, ശിമോനേ, നീ ഉറങ്ങുകയാണോ? ഹല്ലേലൂയ. കുഞ്ഞ്, നീ ഉറങ്ങാൻ വേണ്ടിയാണോ ദൈവം നിന്നെ കൊണ്ടുവന്നത്? ഈ ഗെത്സമനെ തോട്ടം, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, ഉറങ്ങാനുള്ള അന്തരീക്ഷമൊക്കെ നിനക്ക് ഉണ്ടായിരിക്കാം. കാലത്ത് യേശുയുടെ അന്തരീക്ഷം ഉണ്ടായിരിക്കാം. എന്നാൽ ഈ യേശുയുടെ അന്തരീക്ഷത്തിൽ വന്ന് ഉറങ്ങുവാൻ വേണ്ടി അല്ല കുഞ്ഞ് ദൈവം നിന്നെ വിളിച്ചത്. ഉറങ്ങാതെ ആത്മാവിൽ ജാഗരിക്കുവാൻ ഗെത്സമനെ തോട്ടമുണ്ടല്ലോ. ആത്മാവിൽ ജാഗരിക്കേണ്ട, ആത്മാവിൽ പോരാടേണ്ട, ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കേണ്ട ഒരു തലമാണ് നിനക്കുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. കൂടെ പ്രാർത്ഥിക്കാം നേറ്റവർ പ്രാർത്ഥന മറന്നുപോയ സന്ദർഭം, കൂടെ പ്രാർത്ഥിക്കാം നേറ്റവർ ക്ഷീണിച്ചു പോയ സന്ദർഭം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് സഹായിയായി അവൻ ആരുമില്ലാത്ത ഒരു തലമ ഗെത്സമന തോട്ടം. യേശു കർത്താവ് കടന്നുപോയ, അവൻ ക്രൂശീകരണത്തിന് മുമ്പ് കടന്നുപോയ തലമ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത വായിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ താൻ തെരഞ്ഞെടുത്ത, താൻ സ്നേഹിച്ച തൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനും കർത്താവിനെ വഞ്ചിച്ച് ചതിക്കുന്നതാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, സ്നേഹിച്ചവരുടെ വഞ്ചന, ആമേൻ ഹല്ലേലൂയ, തിരഞ്ഞെടുത്തവരുടെ വഞ്ചന അവൻ അനുഭവിച്ച തോട്ടമാ ഗെത്സമന തോട്ടം. നീ അങ്ങനെ പോകുന്നുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 48-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചേ. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു, അവനെ പിടിച്ചുകൊള്ളുവിനെന്ന് അവർക്കൊരു അടയാളം കൊടുത്തിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അടയാളം കൊടുത്തിരുന്നു. ആരോടാ അടയാളം? ആമേൻ സ്തോത്രം. അടയാളം കൊടുത്ത ആ ഭാഗം ഒന്ന് വായിക്കണമെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 10, മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 10 മുതൽ 11 വരെയുള്ള വേദഭാഗം ഒന്ന് നോക്കണം. പിന്നെ 12 ഒരുവനായ ഇസ്കറിയോത്തായ യൂദ അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു. മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു. അവർ അത് കേട്ട് സന്തോഷിച്ച്, ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, അവർ സന്തോഷിക്കത്തക്കവണ്ണം, ആമേൻ ശത്രുക്കൾ സന്തോഷിക്കത്തക്കവണ്ണം കൂട്ടത്തിൽ ഒരുവൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കടന്നു ചെല്ലുകയാണ്. ആമേൻ അവിടെ കടന്നു ചെന്നു. അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. അവൻ കടന്നു എന്ന് പറയുക, ഞങ്ങൾ ഇവനെ കാണിച്ചു കൊടുക്കാം, ഞങ്ങൾ ഇവനെ ഞാൻ ഒറ്റിക്കൊടുക്കാൻ തയ്യാറാ. പ്രൈസ് കൂട്ടത്തിലുള്ളവനാ. പ്രിയപ്പെട്ടവരെ, പുറത്തുള്ളവരൊന്നും അല്ല നമ്മളെ വേദനിപ്പിക്കുന്നത്, പുറത്തുള്ളവരല്ല നമ്മളെ ക്ഷീണിപ്പിക്കുന്നത്, പുറത്തുള്ളവരല്ല നമ്മളെ ഒറ്റിക്കൊടുക്കുന്നത്, അകത്തുള്ളവരാ. മനസ്സിലായോ? അകത്തുള്ളവരാ നമ്മളെ ഒറ്റിക്കൊടുക്കുന്നത്. അടുത്ത പറയുക, അവനും അവനെ എങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് തക്കം അന്വേഷിച്ചു. അകത്തുള്ളവൻ ഒറ്റിക്കൊടുക്കുവാൻ ചതിയുടെയും വഞ്ചനയുടെയും ദുരാത്മാവുള്ളവൻ തക്കം അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഏത് സമയത്ത്, ഏതാണ് അവന്റെ വീക്ക് പോയിന്റ്, ഏത് ആശയമാണ് തെറ്റിയത്, ഏത് മെസ്സേജാണ് തെറ്റിയത്, ഏതിനകത്താണ് ദുർവ്യാഖ്യാനമുള്ളത്, തക്കം അന്വേഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധ്യമാണ്.
ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒത്തിരി വസ്തുതകളുണ്ട്, ഒത്തിരി സങ്കടകരമായ അനുഭവങ്ങൾ പറയാനുണ്ട്. നല്ലത് പറയാൻ ഞാൻ ഈ സാഹചര്യം എടുക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ വായിക്കുമ്പോൾ, ഏത് ദിവസവും വായിക്കുമ്പോൾ കാണുന്നുണ്ട്, തക്കമനുഷ്ഠിക്കുവാൻ ചതിവിന്റെ വഞ്ചനയുടെ തലങ്ങളിലുള്ള വ്യക്തികൾ തക്കമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാ. എന്താണെന്നറിയാമോ? ഒറ്റിക്കൊടുക്കുവാൻ, ചതിക്കുവാൻ, വഞ്ചിക്കുവാൻ തക്കമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി നമ്മൾ വായിക്കുന്നത് മർക്കോസ് 14:45. അവൻ വന്ന് ഉടനെ അടുത്ത് ചെന്ന് റബ്ബി എന്ന് പറഞ്ഞവനെ ചുംബിച്ചു. നോക്കണം, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞു പോകുകയാണ്. 4 സുവിശേഷങ്ങളും ഈ ചതിയുടെ കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 22-ാം അധ്യായം 47-48 വാക്യങ്ങൾ. ആമേൻ. യോഹന്നാൻ 18-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഈ വാക്യങ്ങളൊക്കെയും ഈ ചതിയുടെ, ഈ വഞ്ചനയുടെ കഥ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 4 സുവിശേഷങ്ങളും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെയും ഓരോ ക്രിസ്തീയ വിശ്വാസികളും ആഴത്തിൽ അറിയുവാനിടയാകണം. ചതിക്കപ്പെട്ട ചതിയുടെ വേദന, വഞ്ചനയുടെ വേദന ആരെങ്കിലും അനുഭവിക്കുന്നെങ്കിൽ, കുഞ്ഞെ, നിനക്ക് മുമ്പേ അത് അനുഭവിച്ചവനാണ് കർത്താവായ യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഗതസമന തോട്ടം അവൻ സ്നേഹിച്ചവരുടെ, അവൻ കരുതിയവരുടെ, കരുതിയവരിൽ നിന്നും വേദന അനുഭവിച്ച, ചതിവ് അനുഭവിച്ച, വഞ്ചന അനുഭവിച്ച ഒരു തലമാണ് ഗതസമന തോട്ടം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഹല്ലേലൂയ. അത് സാധാരണമായ ഒരു കാര്യമല്ല. അവൻ ഒത്തിരി വേദന നൽകുന്ന തലമാണ്. ഒത്തിരി വേദനകൾ ഓരോ ക്രിസ്തീയ ശുശ്രൂഷകരും, വിശേഷാൽ സഭായോഗം സ്തോത്രം നിയന്ത്രിക്കുന്ന ഹല്ലേലൂയ സഭയുടെ ശുശ്രൂഷകരൊക്കെയും പ്രത്യേകമായ ചില സന്ദർഭങ്ങളൊക്കെയും അനുഭവിക്കുന്ന ചില വേദനയുടെ തലങ്ങളായി ഇതൊക്കെ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒരു കാര്യം കൂടെ വിളിച്ച് അതിനോട് ചേർത്ത് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. യേശു പറയുക, അവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞൊരു പദമാണ്. ഹല്ലേലൂയ. ഇടർച്ച വരുത്തുന്നവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്നാ ഇവിടെ ഈ യൂദായെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാല സമയം വ്യക്തമായി നീ മനസ്സിലാക്കണം. ഒരു ചെറിയ വിളിക്ക് വേണ്ടിയല്ല നിന്നെ വിളിച്ചത്. 30 വെള്ളിക്കാശിന് വേണ്ടിയല്ല കുഞ്ഞെ നിന്നെ വിളിച്ചത്. 30 വെള്ളിക്കാശിന് വേണ്ടിയല്ല നിന്നെ വിളിച്ചത്. 12 അപ്പോസ്തലന്മാരും ലോകം മുഴുവൻ കീഴടക്കി. വേദപുസ്തകം അവരെ കുറിച്ച് പറഞ്ഞു, അവർ രാജ്യങ്ങളെ അടക്കി എന്ന് പറയുമ്പോൾ അവരിൽ ഒരുവനായി 12ാമനായി നീയുമായി തീരേണ്ടത്. എന്നാൽ യൂദായെ ആ വലിയ ദൗത്യം പ്രാപിക്കാതെ, ആ വലിയ അനുഭവത്തിലേക്ക് നീ എത്തപ്പെടാതെ എന്തുകൊണ്ട് നീ എന്തുകൊണ്ട് തലകീഴായി കെട്ടിതൂങ്ങിച്ചാന്ന് സ്തോത്ര കുടല് നടുവേ പിളർന്ന്, വയറ് താഴെ പിളർന്ന് കുടല് ചാടി മരിച്ചുവാൻ ഇടയായിത്തത് നീ 30 വെള്ളിക്കാശിനെ സ്നേഹിച്ചതുകൊണ്ട്. നിന്റെ അരുമനാഥന്റെ സ്നേഹം അതിന് മീതെയാ. 30 വെള്ളിക്കാശിന് മീതെയാ നിന്റെ അരുമനാഥന്റെ സ്നേഹം എന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞെ, നിനക്ക് സ്നേഹിച്ച കർത്താവിന്റെ സ്നേഹം 30 വെള്ളിക്കാശിന് മീതെയാ. 30 വെള്ളിക്കാശിന് മീതെയാ. അല്പധനത്തിന് വേണ്ടിയല്ല, അല്പജലത്തിന് വേണ്ടിയല്ല എന്റെ കർത്താവിനെ ഒറ്റിക്കൊടുക്കേണ്ടത്. കർത്താവിന്റെ ഹിതത്തിന് കീഴ്പ്പെടുവാനിടയായിത്തീരണം. ഹല്ലേലൂയ. ഇനി നമ്മൾ അതിന്റെ അടുത്ത വാക്ക്, ഹല്ലേലൂയ, 5ാമത്തെ കാര്യം നമ്മൾ കാണുന്നത്, ഗെത്സമന തോട്ടത്തിൽ സംഭവിച്ച 5ാമത്തെ കാര്യം ഒറ്റപ്പെടലിന്റെ രാത്രിയാ. ഒറ്റപ്പെടലിന്റെ രാത്രി. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞപ്പോൾ അവനെ വേറിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് അവനോട് പത്രോസ് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിങ്ങനെയാ, വായിക്കാമല്ലോ. അതിന് പത്രോസ്, എല്ലാവരും നിങ്കലിടറിയാലും ഞാൻ ഒരു നാളും ഇടറത്തില്ല എന്ന് പറഞ്ഞു. നോക്കണം, ആരൊക്കെ നിന്നിലുള്ള വിശ്വാസത്തിൽ ഇടറിപ്പോയാലും, ആരൊക്കെ നിന്റെ കൂടെ നിന്നില്ലെങ്കിലും നിന്റെ കൂടെ കാലവും നിൽക്കുവാൻ ഞാനുണ്ടെന്ന് പറഞ്ഞ ഒരു പത്രോസ്. ഇത് തന്നെ മർക്കോസിന്റെ സുവിശേഷം 14-ന്റെ വഴിയെടുക്കണ്ട, വേഗത്തിൽ പറഞ്ഞു പോയി 27-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെയും പറയാണ്, ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ ഒരു നാളും തള്ളി പറയത്തില്ല, ഞാൻ ഇടറിപ്പോകത്തില്ലെന്ന് പറഞ്ഞ പത്രോസ് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ
മരണസമയത്തിന് മുൻപുള്ള ഗെത്സമന തോട്ടത്തിന്റെ പ്രാർത്ഥനയുടെ വേളയിൽ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ശത്രുക്കൾ അവരെ പിടിക്കുവാൻ വന്നപ്പോൾ പത്രോസ്, നീ എവിടെ പോയി? അയ്യോ, തിരുവചനം വിളിച്ചു പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 14:50 പറയുകയാണ്, മത്തായി സുവിശേഷം 26:56 പറയുകയാണ്, എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയെന്ന് പറഞ്ഞത്. അയ്യോ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്ന 11 പേരും അവനെ വിട്ട് ഓടിപ്പോയെങ്കിൽ അത് ഒറ്റപ്പെടലിന്റെ രാത്രിയാ. ഇന്ന് രാത്രിക്കാലം മനസ്സിലാക്കണമേ, ഗെത്സമന എന്ന് പറയുന്നത് ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ. യേശു ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ ആമൻ, എന്റെ പ്രിയപ്പെട്ടവരെ, അതെനിക്കും നിങ്ങൾക്കും വേണ്ടിയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനതിന്റെ 5 തലങ്ങളാ പറഞ്ഞത്. പ്രൈസ്. ഒന്നുകൂടെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രദ്ധയോടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. ഗെത്സമന തോട്ടത്തിനകത്ത് സംഭവിച്ചത്, മരണവേദനയിൽ അതിദുഃഖിതനായി കർത്താവ് പ്രാർത്ഥിച്ചു. മരണവേദനയിൽ അതിദുഃഖിതനായി പ്രാർത്ഥിച്ച കർത്താവാണ് ഗെത്സമന തോട്ടത്തിൽ കാണുന്നത്. രണ്ടാമതായി, ഹല്ലേലൂയ, വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്തു വീഴത്തക്കവണ്ണം നമുക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടി പ്രാർത്ഥിച്ച ഒരു കർത്താവ് വിയർത്തത് എനിക്ക് വേണ്ടിയാണ്. എൻ്റെ രക്ഷകരമായ രക്ഷണ്യ പദ്ധതിയിൽ സ്തോത്രം ഞാൻ എത്തപ്പെടുവാൻ വേണ്ടിയാ അവൻ വിയർക്കുവാൻ ഇടയായിട്ടത്. മൂന്നാമതായി നമ്മൾ കാണുന്നത്, പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥനയ്ക്ക് കരം കൊടുക്കുമെന്ന് പറഞ്ഞവർ എല്ലാവരും മാറിപ്പോയി. പ്രാർത്ഥന കൂട്ടായ്മ നഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഗെത്സമന തോട്ടം. പ്രാർത്ഥന സഹകാരികൾ ഇല്ലാതുപോയ അനുഭവം, പ്രാർത്ഥിക്കാൻ കൂട്ടാളികൾ ഇല്ലാതുപോയ ഒരു സ്ഥലം. പ്രാർത്ഥിക്കാമെന്ന് ഏറ്റുവർ, പ്രാർത്ഥിക്കാൻ കൂടെ കൊണ്ടു നടന്നവർ, അവർ പോലും ക്ഷീണിച്ചു പോയ തലമാണ് സ്തോത്രം മൂന്നാമത്തെ ഗെത്സമനയുടെ തലം. നാലാമത്തെ തലം എന്ന് പറയുന്നത് വഞ്ചനയുടെ, ചതിവിന്റെ, വേദനയുടെ, ഹൃദയം മുറിക്കുന്ന വേദന സമ്മാനിച്ച ഒരു തലമാണ് ഗെത്സമന തോട്ടം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് സ്നേഹിച്ച, കർത്താവ് കൂടെ കൊണ്ടു നടന്ന കർത്താവ് വലിയ ദൗത്യത്തിന് വേണ്ടി, വലിയ ദൗത്യത്തിന് വേണ്ടി കർത്താവ് വിളിച്ച് വേർതിരിച്ചതായ അവർ 12 പേരിൽ ഒരുവൻ നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, അവനാൽ ചതിക്കപ്പെട്ട, അവനാൽ വഞ്ചിക്കപ്പെട്ട, അവൻ 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റിക്കൊടുത്ത സ്ഥലമാണ് ഗെത്സമന തോട്ടം. ആമേൻ, ഹല്ലേലൂയ. അടുത്ത തലം ഒറ്റപ്പെടലിന്റെ സ്ഥലമാണ് ഗെത്സമന തോട്ടം. ആര് പോയാലും ഞാൻ മാറത്തില്ല, ആരൊക്കെ മാറിപ്പോയാലും ഞാൻ മാറത്തില്ലെന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് ക്ഷയിക്കാനിതൊന്ന് ഉറപ്പിച്ചു പറയുന്നവർ നിമിഷം കൊണ്ട് മാറിപ്പോകാം. ഹല്ലേലൂയ. ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലൂടെ ഏതെങ്കിലും വ്യക്തികളോ കുടുംബങ്ങളോ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, നിനക്ക് മുമ്പേ എൻ്റെ യേശു ക്രിസ്തു ആ താലത്തിലൂടെ കടന്നുപോയവനാ. ഗെത്സമന തോട്ടം, ഹല്ലേലൂയ, ഗെത്സമന തോട്ടം യേശുവിന് സമ്മാനിച്ചത് 5 കാര്യങ്ങളാണ്. ഹല്ലേലൂയ, ആമേൻ. ഈ 5 കാര്യങ്ങൾ കർത്താവ് ഏറ്റത് എന്തിനു വേണ്ടിയെന്നറിയാമോ? നമുക്ക് വേണ്ടി. ഹല്ലേലൂയ, നമുക്ക് വേണ്ടിയാ ഏറ്റത്. നമുക്ക് വേണ്ടി തലമേറ്റിട്ടും നിന്റെ മുഖത്തെന്താ സന്തോഷമില്ലാത്തത്? നീ എന്താ വാടിപ്പോയിരിക്കുന്നത്? ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റോമലേഖനത്തിൽ നമ്മൾ കടന്നു വരാം. 8-ാം അധ്യായം 37-ാമത്തെ വാക്യം. റോമലേഖനം 8:37. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. മരണത്തിനോ ശ്രദ്ധയോട് കേൾക്കാം. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയത്തില്ല. കുഞ്ഞേ, ഗെത്സമന തോട്ടത്തിൽ യേശുക്രിസ്തു കടന്നുപോയ തലം നീ ഒന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ, ആ യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴം നീ അനുഭവിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പറയാണ്, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തര അവന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നീ ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, ഒരു ശക്തിക്കും നിന്നെ അവന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ലെങ്കിൽ
രക്ഷിക്കപ്പെട്ട് വീണ്ടും ജന്മം പ്രാപിച്ച സ്നാനപ്പെട്ട് ദൈവമായി നിൽക്കുന്നെന്ന് സഭ അഭിമാനിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇതാ തിരുവചനം വിളിച്ചു പറയുക. അവൻ ഗലാത്യർക്കെഴുതിയ ലേഖനം 6-14 വാക്യം വിളിച്ചു പറയുക. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രശംസിക്കാനുള്ളത് ഒന്ന് മാത്രമാ, എന്റെ യേശു ക്രിസ്തുവിന്റെ കുരിശു മാത്രമാ. ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലൊക്കെയും ജയമെടുത്തെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ജയം തന്നത് ഒന്ന് മാത്രമാ, അതെന്റെ യേശുവിന്റെ കുരിശ് മാത്രമാ. അങ്ങനെയാണെങ്കിൽ ആ കുരിശിലല്ല നിനക്ക് എന്താ പ്രശംസിക്കാനുള്ളത്? അടുത്ത ഭാഗം, ആ ഭാഗം ഒന്ന് വായിച്ചേ, വേഗത്തിൽ വായിരേ. എനിക്കോ നമ്മുടെ കർത്താവായ, അതല്ല, ഗലാത്യലേഖനം 6:14, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇവിടെ ആ പദം ശ്രദ്ധിക്കണം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. നമ്മൾ എങ്ങനെയാണ് പൂർണ്ണ പ്രാപിക്കുന്നത്? നമ്മുടെ കഴിവ് കൊണ്ട് കഴിയത്തില്ല. നമ്മുടെ ഉപവാസവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ടൊന്നും കഴിയത്തില്ല. വേദപുസ്തകം വിളിച്ചു പറയുക, നമ്മെ സ്നേഹിച്ച യേശുക്രിസ്തു മുഖാന്തരമാ. മരണത്തിനോ ജീവനോ അവിടെ വിട്ടിട്ട് ഗലാത്യലേഖനം 6:14, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഹല്ലേലൂയ. എനിക്കോ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം അനുഭവിച്ചവർ, ആമേൻ സ്തോത്രം. ഗെത്സമന തോട്ടത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി രക്തം വേർപ്പുതുള്ളിയാക്കി, എനിക്ക് വേണ്ടി ചതിയും വഞ്ചനയും ഏറ്റു എന്ന ബോധ്യം ലഭിച്ചവർ ഇന്ന് പകൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കണം. ആമൻ, അതിന്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ, ആമൻ ഹല്ലേലൂയ, വേദനയുടെ കഷ്ടതയുടെ പ്രയാസത്തിന്റെ ആരംഭമാണെങ്കിൽ തിരുവചനം വിളിച്ചു പറയുകയാണ്, ആ കുരിശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ വേറൊന്നുമില്ല. നിന്റെ മക്കളിലോ മരുമക്കളിലോ, നിന്റെ ഹല്ലേലൂയ വിദ്യാഭ്യാസത്തിലോ, നിന്റെ സമ്പത്തിലോ, നിന്റെ കഴിവിലോ, ഈ ലോക അനുഭവങ്ങളിലോ ഒന്നുമല്ല പ്രശംസിക്കുവാനുള്ളത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ കുരിശിൽ മാത്രമാ. ഹല്ലേലൂയ. യേശുവിന്റെ കുരിശിൽ മാത്രമാ. ദൈവത്തിന്റെ പൈതലേ, നീ പ്രശംസിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്റെ യേശുവിന്റെ കുരിശ് മാത്രമാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത വാക്യം വേഗത്തിൽ വായിച്ചേ. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നോക്കണം, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം സ്നേഹിച്ച, ദൈവം രക്തം വേർപ്പുതുള്ളിയാക്കിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചതിക്കപ്പെട്ട വേദന അനുഭവിച്ച, ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ച യേശു കർത്താവ് താൻ സ്നേഹിച്ച എന്റെ പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ലോകത്തെ ക്രൂശിച്ചിട്ടുണ്ടോ? ലോകത്തെ ക്രൂശിച്ചിട്ടുണ്ടോ? യേശു നിമിത്തം സകലതും ശബരം എണ്ണുവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ എന്താണ് യേശു നിമിത്തം മാറ്റിവെച്ചിട്ടുള്ളത്? എന്റെ യേശുവിനേക്കാൾ ഉപരിയായി നീ സ്നേഹിക്കുന്ന മറ്റു പലതിനെയും നീ അതിനെ പിടിച്ചോണ്ടിരിക്കുന്ന തലമല്ലയോ ഇന്നുമുള്ളത്? ക്രൂശിച്ചോണം കേട്ടോ, ക്രൂശിച്ചോണം. അതിനെ ക്രൂശിക്കാതെ നിനക്കൊരു രക്ഷയില്ല കുഞ്ഞേ. 6:14 ഒന്നുകൂടെ വായിക്കാൻ പോകുക. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും, ആ ക്രൂശിനാൽ ലോകം എനിക്കും, ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. കുഞ്ഞേ, ധന്യനായ പൗലോസ് ലീഗ പറഞ്ഞെങ്കിൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ട ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഴത്തിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ ഗതസമനയുടെ പ്രാർത്ഥന അത് വിഫലമായി പോയില്ല. അതെന്നെയും നിന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും. ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ ആരും ചിന്തിക്കരുത്. വേദപുസ്തകം വ്യക്തമായി റോമാലേഖനം 8 വ്യക്തമായി വിളിച്ചു പറഞ്ഞ്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഈ ലോകത്തിലെ ഉന്നതമായത് അവൻ ദൈവത്തിന്റെ മുൻപാകെ അറപ്പാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഉന്നതമായത് പലരുടെയും മുമ്പിൽ മാന്യതയുള്ള അനുഭവങ്ങൾക്ക് നടിക്കേണ്ടതിനായി നിന്റെ ജീവിതത്തിൽ നീ കൊണ്ടു നടക്കുന്ന പലതും വേദപുസ്തകം വിളിച്ചു, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വ്യക്തമായി വിളിച്ചു പറഞ്ഞത് ദൈവത്തിന്റെ മുൻപാകെ അറപ്പാണെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തമ്പുരാൻ അറക്കുന്നതിനെ നീ മുറുകെ പിടിച്ചുകൊണ്ട്, ലോകത്തിന്റെ അനുഭവങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ രക്ഷയെ ഇല്ലാതാക്കുവാൻ ഒരിക്കലും ഇടയാകരുത്. ഇന്ന് പകൽക്കാലം നമുക്ക് ക്രൂശിക്കപ്പെട്ട ഒരു ക്രിസ്തുവേശുവുണ്ട്. ഹല്ലേലൂയ. ഗതസമന തോട്ടം യേശു ക്രിസ്തുവിന്റെ
ആമേൻ, പ്രാർത്ഥനയുടെ തലമാ. അതെനിക്ക് വേണ്ടിയാ, നിങ്ങൾക്ക് വേണ്ടിയാ. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ വരുന്ന ആഴ്ച ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം.